ഹലോ ഗായ്സ്, സൈക്കോ ബാക്ക്. ലോകം മുഴുവൻ പ്രശ്നം തന്നെയല്ലേ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് കാരണം. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി ഇന്ത്യക്ക് ഇതിൽ എന്താ റോളെന്നറിയണ്ടേ? ഇതിലേറ്റവും വലിയ പ്രശ്നം ഇന്ത്യക്കാണുള്ളത്. കാരണം ഇന്ത്യ ഈ രാജ്യങ്ങളുമായൊക്കെ നിരവധി പദ്ധതികളാണ് കൈകോർത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടാളുകൾ അടികൂടുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നേ നമ്മൾ നോക്കുകയുള്ളൂ. അതേ ഇന്ത്യയും നമ്മുടെ ന്യൂട്രൽ സ്റ്റാൻഡിലൂടെ വ്യക്തമാക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യക്കുള്ള പ്രശ്നങ്ങളെന്ന് നോക്കാം. അതിന് മുൻപ് ഗോയ്സ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓയിൽ പ്രൈസസ് ആൻഡ് എനർജി സെക്യൂരിറ്റി. നമ്മുടെ പെട്രോളിൻ്റെ ഒക്കെ വില റോക്കറ്റ് പോകുന്നത് പോലെയാണ് ഒരിടയ്ക്ക് കുതിച്ച് കയറിയത്. ആ പെട്രോൾ വരുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുകയാണെങ്കിലോ കൺട്രോൾ ഇല്ലാത്ത രീതിയിലാകും അത് പിന്നെ ഉയർന്നു കയറുക. വേൾഡിലെ തന്നെ ഏറ്റവും ബിസി ആയുള്ള ഒരു ഓയിൽ റൂട്ടാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ലോക രാജ്യങ്ങളെല്ലാം പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഈ ഭാഗത്തിൽ തടസ്സമുണ്ടാകുമ്പോഴായിരിക്കും. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% മിഡിൽ ഈസ്റ്റേൺ റീജിയനിൽ നിന്നാണ്. സോ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഈ ഇറക്കുമതിക്ക് സ്വാഭാവികമായും തടസ്സമുണ്ടാകുമ്പോൾ ഉറപ്പായും അതിന്റെ അവൈലബിലിറ്റി കുറയും. അവൈലബിലിറ്റി കുറയുമ്പോഴോ വില അപ്പോൾ തന്നെ കൂടും. പെട്രോളിന്റെ വിലയില്ലേ സൈക്കോ ചേട്ടാ? ആ ശരി, ലോകത്തിന്റെ സ്പന്ദനം തന്നെ എണ്ണയിലാണോ? വെയിറ്റ്, ആ എണ്ണയല്ല, പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയാൽ ട്രാൻസ്പോർട്ടേഷനും ചരക്ക് നീക്കങ്ങൾക്കുമുള്ള ചാർജ് കൂടും. അത് കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയരും. സോ നെക്സ്റ്റ് ടൈം അരി വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ വില കൂടി എന്ന് കേട്ട് ഞെട്ടേണ്ട ഗതി വരും. അതായത് ഇവിടുത്തെ എക്കണോമി ക്രാഷ് ആകും, ഇൻഫ്ലേഷൻ ഉണ്ടാകും, ഓയിൽ പ്രൈസ് കൂടും എന്നിങ്ങനെ നിരവധി നഷ്ടങ്ങളാകും ഇന്ത്യക്ക് ഉള്ളിൽ നടക്കാൻ പോകുന്നത്. ചാബഹാർ പോർട്ട് പ്രോജക്ട് പാകിസ്ഥാനിന് അഫ്ഗാനിസ്ഥാനിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും ഒക്കെയുള്ള ഇൻഫ്ലുവൻസ് കൺട്രോൾ ചെയ്യാനും ചൈനയുടെ പാകിസ്ഥാനിലുള്ള ഗ്വാദർ പോർട്ടിലെ പ്രസൻസിനെ കൗണ്ടർ ചെയ്യാനും അതിലുപരി റീജിയണൽ കണക്ടിവിറ്റി, ട്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ സുഗമമാക്കാനുമായി ഇന്ത്യ ഇറാനിൽ തുടങ്ങി വെച്ച പദ്ധതിയുടെ പേരാണ് ചാബഹാർ പോർട്ട് പ്രോജക്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നു പോയാൽ അതിനൊത്ത് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത് നീണ്ടുപോകും. ആൻഡ് ഇത് നീണ്ടുപോകുന്നത് ഈ ഭാഗത്തുള്ള ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കും. ആൾസോ നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത തുക മുഴുവൻ കടലിൽ പോയതുപോലെ ആകും. ഇന്ത്യ ഇസ്രായേൽ മിലിറ്ററി ട്രേഡ്. ഇന്ത്യയിലെ ടോപ്പ് 3 ഡിഫൻസ് സപ്ലയേഴ്സിൽ ഒരാളാണ് ഇസ്രായേൽ. ഡ്രോണ്, മിസൈല്, റഡാർ, മറ്റുള്ള സർവൈലൻസ് ടെക് എന്നിങ്ങനെ തുടങ്ങിയ ഏകദേശം $10 ബില്യൺ ഡിഫൻസ് ട്രേഡാണ് നമുക്ക് ഇസ്രായേലുമായി ഉള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ തുടരുന്നതെങ്കിൽ ഈ ട്രേഡ് നല്ല രീതിയിൽ ഡിലേ ആകും. ചിലപ്പോൾ അത് നിന്നുപോയെന്ന് വരെ വന്നേക്കാം. ഇതൊക്കെ നമുക്ക് വലിയ പണി തന്നെയല്ലേ? പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയും ഒക്കെയായി ബോർഡർ പങ്കിടുന്നത് കൊണ്ട് ഇന്ത്യക്ക് വളരെ വലിയ ആയുധശേഖരം തന്നെയാകും വേണ്ടി വരിക. ഇന്ത്യൻ സിന്ധസ് റീജിയൻ. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ ഇന്ത്യക്കാർ ഉള്ളത്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യ അതൊരിക്കലും മറക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം നടക്കുന്ന ഏരിയകളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് നമുക്ക് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ നിരവധി പേരെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ ആൾറെഡി നമ്മുടെ നാട്ടിലേക്ക് വിജയകരമായി എത്തിക്കുകയും ചെയ്തു. അതൊക്കെ വലിയ വാർത്തയുമായിരുന്നു. എങ്കിലും ആ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ധാരാളം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്ന പൈസയിലും കുറവുണ്ടാകും. സ്ട്രാറ്റജിക് ഡിലമ ഫോർ ഇന്ത്യ. സത്യം പറഞ്ഞാൽ ഇരു രാജ്യങ്ങളുടെയും പക്ഷം പിടിക്കാതെ ന്യൂട്രലായി നിൽക്കുന്നത് തന്നെയാണ് ഇന്ത്യക്ക് നല്ലത്. കാരണം രണ്ട് സൈഡിലും ഇന്ത്യക്ക് വളരെ നഷ്ടങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പണായി ഒരു രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാതെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇൻറ്റൻസിറ്റി കുറയാനും അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയുള്ള കാര്യങ്ങളാകണം ഇന്ത്യ നോക്കേണ്ടത്. ഇന്ത്യയുടെ മണ്ണിൽ നടക്കാത്ത യുദ്ധമാണെങ്കിലും ഇന്ത്യയുടെ മണ്ണിനെയും അവിടുത്തെ ജനങ്ങളെയും നേരിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങൾ തന്നെയാണ് ഇതുമൂലം ഉണ്ടാകുക. ഇപ്പോൾ എല്ലാ തരത്തിലും വളരെ വലിയ മികവാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. പല കാര്യങ്ങളിലൂടെയും വളർന്നു വരുന്ന ഒരു ഗ്ലോബൽ പവർ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്രയേറെ ചിന്തിച്ചിട്ട് പറയേണ്ട ഒന്നാണ്. അപ്പോൾ ഗോയ്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യ ഏത് പക്ഷം നിൽക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. പിന്നെ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.